ഫ്ലേയേഴ്സ്, അതുപോലെ റീഗ്രേഡ് പ്രോഗ്രാമുകൾ. പക്ഷെ നമ്മളൊക്കെ അതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും അവരിലേക്ക് ചെയ്തു കൊടുക്കാം. നിങ്ങളാണ് അവർ ലീഡർമാർ. ആ രീതിയിൽ തന്നെ അവരോട് കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടും അവരെ ഇത്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടും അവർക്ക് തക്കതായിട്ടുള്ള ഓരോ അറിവുകളും അതാത് സമയത്ത് അവരിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഓരോ ലീഡേഴ്സിലാണ്. സോ ഞങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഐഫ്ലേഴ്സിലേക്ക് ഒരിക്കൽ കൂടി ഇതിലേക്ക് ഇന്ന് ഈ ഒരു മോർണിംഗിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഓൾ ഓഫ് യു ദിസ് വണ്ടർഫുൾ ലാൻഡ് ഓഫ് സക്സസ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ജുനൈദ് എന്നാണ്, സ്ഥലം വെങ്ങാടാണ്. ബേസിക്കലി ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ഒരു ബിസിനസ്സുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടീച്ചിങ് മേഖല വളരെ പാഷനായിട്ട് ഇഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്താണ് ഈ അവസരം എന്റെ ഗുരുനാഥിൽ നിന്ന് കേട്ടത്, സീരിയസ് ഏറ്റെടുത്തു. സക്സസ് ബ്രേക്ക് ഗ്ലോബൽ ഞാൻ വീണ്ടും നന്ദിയോടെ സ്മരിക്കുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ നമ്മളെ കൂടെ ഉണ്ടായത് കൊണ്ട് ഒരുപാട് ലീഡേഴ്സിന്റെ കൃത്യമായ മോണിറ്ററിങ്ങോട് കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉയരാൻ സാധിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ടു മൈ ഗോഡ് ഓൾ മൈ ടീം ഈ ഒരു അവസരം തന്നതിൽ. അതുപോലെ തന്നെ ഈ ഒരു SPG ഫൗണ്ടേഴ്സ് ഫാമിലി, മിസ്റ്റർ മനോജ് സർ, ലത മാഡം നന്ദിയോടെ സ്മരിക്കുന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ ഓരോ ലീഡേഴ്സും, എസ്പെഷ്യലി മൈ മെന്റർ ഇസ്മായിൽ സർ ആൻഡ് മൈ ഓൾ ലീഡേഴ്സ് ബിഹൈൻഡ് മൈ സക്സസ്, ഈ ഒരു അവസരം നന്ദിയോട് കൂടെ സ്മരിക്കുകയാണ്. കാരണം അവരൊക്കെയാണ് ഈ ഒരു രീതിയിൽ എന്നെ വളർത്തിയതും എന്നെ വലുതാക്കിയതും. അതുപോലെ തന്നെ എൻ്റെ ഗ്രേറ്റ് ടീം മെമ്പേഴ്സ് എല്ലാവരെയും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഇന്ന് ജീവിതത്തിൽ നമ്മളൊക്കെ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഓരോ സക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ എങ്ങനെ വിജയിച്ചു അതിനൊക്കെ പുറകിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. അത് നമ്മളെ പഠന മേഖലയിലാവട്ടെ, നമ്മുടെ ഒരു മാതാപിതാക്കളുടെ ഓരോ കുട്ടികൾ വളർത്തുന്ന മേഖലയിലാവട്ടെ, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട്, ഉദാഹരണം നമ്മളൊരു സ്ഥാപനം നടത്തുന്ന സമയത്ത്, നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത്, എന്തുമാവട്ടെ എങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടോ അതിനൊക്കെ പുറകിൽ ഒരു എഫേർട്ട് ഉണ്ട്. എക്സ്ക്യൂസസ് ഇല്ലാത്ത കാരണത്താലാണ് നമ്മൾ അവിടെയൊക്കെ ജയിച്ചതും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സീരിയസ്ലി ഞാൻ ജസ്റ്റ് നിങ്ങൾ മുമ്പിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോണ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് എന്റെ വീഡിയോ സ്ക്രീനിൽ ജസ്റ്റ് വൺ സ്ലൈഡ് മാത്രമല്ലോ അഭിമുഖ സ്ക്രീന് കാണുന്നുണ്ട്, ക്ലിയർ സ്ലൈഡ് മാത്രം ക്ലിയർ കുറവ്. എന്നല്ല ക്ലിയർ കമ്മി, സ്ക്രീൻ കമ്മിണ്ടാ? സാറിന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, സ്ക്രീനിന് ക്ലിയർ കുറവുണ്ട്. സ്ക്രീന് ക്ലിയർ കമ്മിയാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സോറി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ലാപ്പ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ ജസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ, സോറി മൈ ഡിയേഴ്സ്, ജസ്റ്റ് ചെറിയൊരു സ്ട്രബിൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ എനിക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, സോ വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ചു, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പല മേഖലകളിലും വിജയിച്ചത് നമ്മൾ എഫേർട്ട് കൊണ്ടാണ്. എക്സ്ക്യൂസസിനെ നമ്മൾ എന്ന് മാറ്റി വെച്ചിട്ടുണ്ടോ അന്ന് മുതൽ നമുക്ക് വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ മുമ്പിൽ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മേക്ക് എൻ എഫേർട്ട് ആൻഡ് നോട്ട് എക്സ്ക്യൂസസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, എനിക്ക് ഫുള്ളാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമുക്ക് ഇന്ന് ഏറ്റവും
ഉചിതമായിട്ട് ഇന്നിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് മേക്ക് ആൻ എഫേർട്ട് നോട്ട് ആൻ എക്സ്ക്യൂസസ്. എക്സ്ക്യൂസസ് പറഞ്ഞിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഈ ഒരു പിക്ചർ കാണുന്ന പോലെ തന്നെ 103 വയസ്സുള്ള ഒരു വ്യക്തി സ്കൈ ഡൈവിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോൺഫിഡന്റ് ആണ്. അദ്ദേഹത്തിന് കാരണങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഏജ് ഒരു കാരണമാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊരു കാരണമാണ്. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ പല കാരണങ്ങളും പറയാനുണ്ട്. കുടുംബത്തിന്റെ കാരണങ്ങൾ, കുടുംബക്കാര് എതിർക്കുന്ന കാരണങ്ങൾ, ഇതൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും അദ്ദേഹം എടുത്ത തീരുമാനമാണ്. അദ്ദേഹം എഫേർട്ട് ഇട്ടു, അദ്ദേഹം എക്സ്ക്യൂസ് മാറ്റി വെച്ചു. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി ഒരു എൻജോയ്മെന്റ്, എന്റർടൈൻമെന്റ് ഇതിലൂടെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടാവാം. അതിനെ മറികടന്നുകൊണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊരു വിജയിക്കാൻ സാധിക്കും. ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്താണ് എക്സ്ക്യൂസൈറ്റ്സ് അല്ലെ? നമ്മുടെ എക്സ്ക്യൂസസ് ഒരു ഉപാധി അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരു കാരണം, ഇതൊക്കെ കാണാൻ നമ്മൾ ഒരുപാട് കാരണം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ എക്സ്ക്യൂസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. ഇറ്റ്സ് എ ഫെയിലിയർ ഡിസീസസ്. തോൽവിയുടെ ഒരു പരാജയത്തിന്റെ ഒരു തരം വൈറസ് ആണ് എക്സ്ക്യൂസൈറ്റ്സ്. അത് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇന്ന് ലോകത്ത് ജയിച്ച പല ആളുകളിലും അത് കാണാൻ സാധിക്കുന്നില്ല. തോൽവിയുടെ വക്കത്ത് അല്ലെങ്കിൽ തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഇനം വൈറസ്, നമ്മൾ കൊറോണ പോലെ തന്നെ കോവിഡ് പോലത്തെ വൈറസ് ആണ് എക്സ്ക്യൂസൈറ്റ്സ്. അത് നിങ്ങളിൽ ഉണ്ടോ ഇല്ലേ, നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാറ്റേണ്ട സമയവും കൂടി അതിക്രമിച്ചിട്ടുണ്ട്. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഈസ് ദ സെൽഫ് ലോക്ക്ഡൌൺ യു ഇമ്പോസ്ഡ് യു. നിങ്ങളിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ നിങ്ങളിൽ അനുവർത്തിച്ച ഒരു ലോക്ക്ഡൌൺ ആണ് ഈ എക്സ്ക്യൂസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഒരു എക്സ്ക്യൂസൈറ്റ്സിന്റെ പ്രോബ്ലംസ് അല്ലെ? നമുക്കറിയാൻ പറ്റും, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും, എസ്പെഷ്യലി ബിസിനസ്സുമായി കണക്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ലീഡേഴ്സ് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ, ഒരു ഉദാഹരണം വർക്ക് ചെയ്യാൻ പറയുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ MC ആവട്ടെ, മറ്റു എന്തെങ്കിലും എനി കൈൻഡ് ഓഫ് ഒരു ഓർഡറിങ് നിങ്ങൾ ലീഡർമാരുടെ ഭാഗത്ത് നിന്ന സമയത്ത്, ഒരു ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ഒരു വരാൻ പോകുന്ന ബെറി ബ്ലാസ്റ്റ്, ഈ ഒരു പ്രോഗ്രാം പറയുന്ന സമയത്ത് നമ്മളതിൽ പല കാരണങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഈവൻ നമ്മളെ ടിക്കറ്റ് റേറ്റ് മുതൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തുടങ്ങി നമ്മുടെ ഹോളിലെ സൗകര്യങ്ങൾ, ഈവൻ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കാരണങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇങ്ങനെ പലതരത്തിലും നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് കണക്റ്റഡ് ആവുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ഓരോ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രൈം. ജീവിതത്തിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് എക്സ്ക്യൂസൈറ്റ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ എക്സ്ക്യൂസസ് ആണ്. കാരണം കാരണങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം അല്ലെങ്കിൽ ഏറ്റവും വലിയ വഞ്ചന, ചീറ്റിംഗ് എന്ന് പറയുന്നത് അത് എക്സ്ക്യൂസൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ എക്സ്ക്യൂസസ് ആണ്, കാരണങ്ങൾ കണ്ടെത്തലാണ്. ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് വാസ്റ്റേജ് ഇൻ ലൈഫ്. നിങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നശിച്ച അല്ലെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് എക്സ്ക്യൂസസ്. സോ നിങ്ങൾ എത്രത്തോളം എക്സ്ക്യൂസസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ലീഡേഴ്സ്, നിങ്ങളുടെ ടീം, നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ അത് എല്ലാത്തിനും കാരണം കണ്ടെത്തുന്ന വ്യക്തിയാണ്. അതെല്ലാം അതിന് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്ന ഒരു ലീഡറാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. മേക്ക് എക്സ്ക്യൂസസ് ഓർ മേക്ക് ഇംപ്രൂവ്മെന്റ്സ്, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. നിങ്ങൾക്ക് കാരണം കണ്ടെത്താം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടാം. ചോയ്സ് നിങ്ങളേത് മാത്രമാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം കണ്ടെത്തിയിരിക്കണോ അതല്ല. എന്റെ ജീവിതത്തിൽ കാരണം എന്താകട്ടെ, എന്ത് വന്നാൽ പോലും ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കും, ഞാനിതിനു വേണ്ടി വർക്ക്ഔട്ട് ചെയ്യും, ഞാനതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, ഞാനതിനു വേണ്ടി മാക്സിമം എന്റെ 100% ഞാൻ നിങ്ങളോട് ജസ്റ്റ് ചോദിക്കുന്നത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിൽ കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യം മാത്രം, അത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ വരുന്ന ഈ സമൂഹം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എഫേർട്ടിന്റെ പരമാവധി നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇല്ലേ ഈ ബിസിനസിന് വേണ്ടിയിട്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എവിടേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. കാരണം ഇന്ന് ലോകത്തെ ഏറ്റവും നല്ലൊരു പ്രീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും നല്ലൊരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. അതിൽ ഏറ്റവും നല്ല ഓർഗനൈസേഷൻ ആണ് സക്സസ്ബി ഗ്ലോബൽ. അതിന് സിസ്റ്റം ഒക്കെ കിട്ടിയിട്ട് പോലും നമ്മുടെ എഫേർട്ട് നമ്മൾ തയ്യാറില്ലെങ്കിൽ നമുക്ക് പിന്നെ ഏത് അവസരത്തിലൂടെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നത്? കാരണം ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും ഇത്രയും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാധ്യതയും നമ്മൾ കയ്യിൽ കിട്ടിയിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് മാറാൻ തയ്യാറാവുന്നില്ല? അവിടെയും നമ്മൾ പല കാരണങ്ങളും നികത്തുന്നുണ്ട്. ഇന്നും ഒരു പക്ഷേ ഈ മീറ്റിംഗ് കഴിഞ്ഞോടെ തന്നെ വർക്കെന്ന് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ
വർക്ക് ചോദിച്ച് അന്വേഷിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ മറ്റു ലീഡേഴ്സിന്റെ എന്തെങ്കിലും കാര്യം ചോദിക്കുന്ന സമയത്താവട്ടെ, പല ആളുകൾക്കും പല എക്സ്ക്യൂസും പറയാനുണ്ട്. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ, എക്സ്ക്യൂസസ് ഒരിക്കലും നിങ്ങളെ വിജയിപ്പിക്കില്ല, അത് നിങ്ങളെ തോൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ 5 മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് എക്സ്ക്യൂസൈഡ്സ് നിങ്ങളിൽ കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന 5 തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള സാധാരണക്കാരിൽ നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു 5 തരത്തിലുള്ള എക്സ്ക്യൂസൈഡ്സിന്റെ രോഗങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തത് ആരോഗ്യപരമായിട്ടുള്ള ഒരു എക്സ്ക്യൂസൈഡ്സ്, അതാണ് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു രോഗം. രണ്ടാമത് ഇന്റലിജൻസ് എക്സ്ക്യൂസൈഡ്സ്, അതായത് കഴിവിനെ ചൊല്ലിയിട്ടുള്ള എക്സ്ക്യൂസൈഡ്സ്. മൂന്നാമത് ഏജ് എക്സ്ക്യൂസൈഡ്സ്, നിങ്ങളെ വയസ്സ്, നിങ്ങളെ പ്രായത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളെ വേവലാതികൾ, അതിനെ പറ്റിയുള്ള പരാതികൾ. നാലാമത് ലെക്ക് എക്സ്ക്യൂസൈഡ്സ്, എനിക്ക് തീരെ ഭാഗ്യമില്ല, അവനക്കൊക്കെ ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് അവൻ ജയിച്ചത്, ഇത്തരത്തിലുള്ള എക്സ്ക്യൂസൈഡ്സ്. അഞ്ചാമത്തെ കാര്യം ടൈം എക്സ്ക്യൂസൈഡ്സ്, സമയം പ്രശ്നം, തീരെ സമയമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ, ഇതില് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നായിരുന്നു കോവിഡിന്റെ പ്രശ്നങ്ങൾ. അതും മാറി ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ തന്നെയാണ് ശരിക്ക് അടിവേര് പറിക്കുക എന്ന് പറയാറുണ്ട്. ഇതുപോലെ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കൊല്ലുന്നത്. കാരണം സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രീഷ്യസ് ആണ്. അത് എവിടെ ഉപയോഗിക്കണം, അത് എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങളുടെ ആരോഗ്യവും പ്രീഷ്യസ് ആണ്, നിങ്ങളുടെ കഴിവും പ്രീഷ്യസ് ആണ്, നിങ്ങളുടെ പ്രായവും പ്രീഷ്യസ് ആണ്. നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണം, ഇതുവരെ എങ്ങനെ ഉപയോഗിച്ചു, അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. ഇതിനെക്കുറിച്ച് പരാതികൾ പറയാതെ, കാരണങ്ങൾ പറയാതെ, നമുക്ക് കിട്ടിയ അവസരത്തെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം എക്സ്ക്യൂസ് പറയുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് സ്ട്രോങ്ങർ ആവാൻ ശ്രമിക്കുക. നമ്മളെ കാരണങ്ങളെക്കാളും കൂടുതൽ നമ്മൾ ആ കാരണത്തെ അതിനെ ഓവർകം ചെയ്യും, അതിജയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നമ്മൾ കാരണങ്ങൾ പറഞ്ഞിരുന്നു കൊണ്ട് ഒരിക്കലും ഒന്നും നേടിയിട്ടില്ല. ഇനി കാരണങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. ഈവൻ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളെ എതിർക്കുന്ന നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ നാട്ടിലെ പണ്ഡിതന്മാര്, അങ്ങനെ തുടങ്ങി പല ആളുകളും, ഇവരൊക്കെ നിങ്ങൾ എതിർക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് വകവെച്ച് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവർ പഴിച്ചുകൊണ്ടേയിരിക്കും. അതല്ല, നിങ്ങൾ അതും വകവെക്കാതെ നിങ്ങൾ അതിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടെന്ന രീതിയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവർ തോറ്റു പിന്മാറിയേക്കാം, അല്ലേ? അതുകൊണ്ട് എക്സ്ക്യൂസ് കണ്ടെത്താതെ, നിങ്ങൾ എന്തിനും കാരണങ്ങൾ കണ്ടെത്താതെ നിങ്ങൾ സ്ട്രോങ്ങർ ആയിട്ട് ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറുക. ഡു നോട്ട് വേസ്റ്റ് യുവർ ടൈം ഫൈൻഡിങ് എക്സ്ക്യൂസസ്. കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളെ സമയം നിങ്ങൾ ചെലവഴിക്കരുത്. ടൈം ഈസ് യുവർ മോസ്റ്റ് പ്രീഷ്യസ് അസറ്റ്. ഞാൻ അത് സൂചിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും മൂല്യപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അത് നമ്മുടെ സമയമാണ്. സമയം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയം പോലും എനിക്ക് തിരിച്ചു ലഭിക്കില്ല. ഈ സമയത്ത് എനിക്ക് എത്ര എനർജി ഉണ്ടോ ആ എനർജി ഒരിക്കലും നെക്സ്റ്റ് സമയത്ത് കിട്ടണമെന്നും നിർബന്ധമില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്രീഷ്യസ് ആണ്. ഡു നോട്ട് വേസ്റ്റ് ഇറ്റ് ഫോർ സില്ലി എക്സ്ക്യൂസസ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. നമ്മുടെ അടുത്ത കുടുംബത്തിലെ കല്യാണങ്ങളാവട്ടെ, സൽക്കാരങ്ങളാവട്ടെ, നമുക്ക് മറ്റു ഇതര പാർട്ടി മീറ്റിങ്ങുകളാവട്ടെ, മറ്റു ഇതര സംഘടനാ മീറ്റിങ്ങുകളാവട്ടെ, പല കാര്യത്തിൽ നമ്മളൊക്കെ ഏർപ്പെട്ടത് നമ്മളായിട്ട് നമ്മുടെ തലയിൽ വെച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പോയിട്ടില്ലെങ്കിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആവശ്യം നിർബന്ധമില്ല. വൺസ് അഗൈൻ റിപ്പീറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിലാവട്ടെ, നിങ്ങളുടെ ചുറ്റുപാടിലാവട്ടെ, നിങ്ങൾ പോയിട്ടില്ലെങ്കിലും അത് അവിടെ നടക്കും, ഭംഗിയായി നടക്കും. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഉഷാറായി നടക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആവശ്യം തീർത്തും ഇല്ല. നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ, ഞാനത് പങ്കെടുത്തിട്ടില്ലെങ്കിൽ അതെനിക്കൊരു കുറച്ചിലാണ്, അല്ലെ, അല്ലെങ്കിൽ അതെനിക്കൊരു കുറവാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ മാത്രം മൈനസാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് പണക്കാരനക്ക് ഏത് ഭാഗത്തും പ്രസ്റ്റീജിയസ് ഉണ്ട്, അല്ലെങ്കിൽ അവനക്ക് വിലയുണ്ട്, അവനക്കൊരു ഡിഗ്നിറ്റി, അന്തസ്സുണ്ട്. അവൻ എവിടെ ചെന്നാലും അവനക്കൊരു ബഹുമതിയുണ്ട്, ബഹുമാനമുണ്ട്, അല്ലെ? കാരണം പണമാണ് അവന്റെ മുകളിൽ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ചുറ്റുപാടിലോ, ഈവൻ പള്ളി കമ്മിറ്റി ആവട്ടെ, അമ്പല കമ്മിറ്റി ആവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ തുട്ട് വേണം, അല്ലെ? ക്യാഷ് വേണം. ഈ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പോലും നമ്മൾ ഇന്നും ഇത്തരം സംഭവങ്ങൾക്ക് വേണ്ടി നമ്മളിത് മാറ്റിവെക്കാനും നമ്മൾ അതിനു വേണ്ടി എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് കാരണം നികത്താൻ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഒരിക്കലും
വാല്യൂ നൽകാത്തവർക്ക് മുമ്പിൽ പോയിട്ട് നിങ്ങളെ സമയം വേസ്റ്റ് ആക്കരുത്. ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി അതിലൂടെ നിങ്ങൾ നാളെ വളർന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് ഉചിതമായ ഏത് പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം, സമയം വേണം. സോ മേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം, ദാറ്റ് ഈസ് ടൈം ഫ്രീഡം വിത്ത് മണി ഫ്രീഡം. അത് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതല്ലാതെ കാരണങ്ങൾ നികത്തി നിങ്ങൾ ലീഡേഴ്സിനോടാവട്ടെ, നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോടാവട്ടെ, നിങ്ങളുടെ അപ്രീൽ ലീഡേഴ്സിനോടാവട്ടെ, അവരോട് കാരണങ്ങൾ പറയുന്ന ഒരു എക്സ്ക്യൂസൈഡ്സ് രോഗം ബാധിച്ച ഒരു വ്യക്തി ഒരിക്കലും ആകരുത്. ഇഫ് യു മേക്ക് ഇറ്റ് ഓർ ഡു നോട്ട് മേക്ക് ഇറ്റ്, ഇറ്റ്സ് യുവർ ബേബി. നിങ്ങളാണ് കാരണം കണ്ടെത്തുന്നതും നിങ്ങളാണ് കാരണം ഒഴിവാക്കുന്നതും. എന്തായാലും അത് നിങ്ങളുടെ മാത്രമാണ്. താൻ കുഴിച്ചാത്ത കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് പറയും പോലെ തന്നെ നിങ്ങളായിട്ടാണ് നിങ്ങളെ ഒരു കാരണക്കാരനാക്കുന്നതും കാരണമില്ലാത്ത ആളാകുന്നതും. അതുകൊണ്ട് സീരിയസ്ലി എക്സ്ക്യൂസസ് മാറ്റിക്കൊണ്ട് തന്നെ ഒരു സീരിയസ് ലീഡറായി മാറുക. അങ്ങനെയെങ്കിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. നമുക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച അഞ്ചോളം കോമൺ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തി എക്സസൈസ് ആണ്. പലപ്പോഴും നമ്മളൊക്കെ ടീമിലാവട്ടെ നമ്മളിലൊക്കെ വരുന്ന ഒരു പ്രോബ്ലമാണ് ആരോഗ്യത്തെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ. എന്താണ് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? നമുക്കറിയാൻ പറ്റും ഇന്ന് ഏറ്റവും നല്ല പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെൽനസിന്റെ ക്വാളിറ്റി ബ്രാൻഡുകൾ, ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ കിട്ടിയ ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം പോരായ്മയാണ്. ഞാൻ പറയാൻ കാരണം, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന്, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിൽ നിന്ന് നമുക്ക് ജസ്റ്റ് മാറി നിൽക്കാൻ സാധിക്കും. കാരണം നമ്മൾക്ക് പ്രിവെന്റീവായിട്ട് നമ്മുടെ രോഗങ്ങളിലേക്ക് വരുത്താതെ രോഗത്തെ തടയാനും രോഗം വരാതെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ഫുഡ് സപ്ലിമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഉപയോഗിക്കാനാണ് ഹെൽത്തിനുള്ള എക്സസൈസിനുള്ള ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധിയായിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത് ഇന്റലിജൻസ് എക്സസൈസ് ആണ്. നമ്മളൊക്കെ പറയാറുണ്ട്, എനിക്ക് കഴിവില്ല, എനിക്ക് എഴുതാൻ അറിയില്ല, എനിക്ക് വായിക്കാൻ അറിയില്ല, എനിക്ക് അതറിയില്ല, ഇതറിയില്ല, എനിക്ക് പ്രസന്റേഷൻ അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, ആര് പറഞ്ഞു നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ എനിക്ക് ഒരിക്കലും മനോജ് സാറെ പോലെയോ നിശാന്ത് സാറെ പോലെയോ അൽതാഫ് സാറെ പോലെയോ ഇസ്മായിൽ സാറെ പോലെയോ ഷുഹൈബ് സാറെ പോലെയോ ആവാൻ പറ്റില്ല. എനിക്ക് ഞാൻ ആകാനേ പറ്റുന്നുള്ളൂ. ഇന്ന് എന്നേക്കാൾ അപ്പുറത്ത് വേറൊരാൾക്കും ആകാനും സാധിക്കില്ല. ഈ വിശ്വാസമാണ് എന്റെ കഴിവ്, അല്ലെ? ഇതുപോലെ നിങ്ങൾക്കും ദൈവം, എവരിവൺ വാസ് ബോൺ ഇന്റലിജൻസ് ഇനഫ് ടു വിൻ. കുല്ലു മൗലൂദിൻ യൂലദ് ഫിത്ര എന്ന് പറയും പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് അയക്കപ്പെട്ടത് അല്ലെങ്കിൽ ഭൂമി ലോകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ജനിക്കപ്പെട്ടത് കഴിവുള്ളവരായിട്ടാണ്. ഒരിക്കലും നിങ്ങൾക്ക് കഴിവില്ലാത്തവരായിട്ട് ആരും ഈ ലോകത്തേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ കഴിവിനെ നിങ്ങളായിട്ട് മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ കഴിവുകേട്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കാത്തതാണ് നിങ്ങളുടെ കഴിവുകേട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തി ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പേർപ്പസിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ ജയിക്കാൻ സാധിക്കും. അതല്ലാതെ എന്റെ കഴിവുകേടിനെ മാത്രം കണ്ടുകൊണ്ട് അത് കുറ്റം പറഞ്ഞുകൊണ്ട് അതിനുള്ള എക്സ്ക്യൂസസ് കണ്ടുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ പതറിപ്പോകാതെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ കഴിവിനെ ഉപയോഗിച്ച് ഞാൻ വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് മുന്നോട്ട് സഞ്ചരിക്കാം. മൂന്നാമത്തെ കാര്യം ഏജ് എക്സസൈസ് ആണ്, അല്ലെ? സാധാരണ പറയാറുണ്ട്, എനിക്ക് പ്രായമായി, എനിക്ക് അതിന് കഴിയ, ഇതിന് കഴിയില്ല, അതിന് കഴിയില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അല്ലെ? ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച സൈഡിൽ പറയുന്നുണ്ട്, 103 വയസ്സുള്ള ആ ഒരു വ്യക്തി സ്കൈ ഡൈവിങ്ങിന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെയും പ്രായം അത്രത്തോളമൊന്നുമില്ല. ഇതിൽ പങ്കെടുക്കുന്ന ഒരു ഭൂരിഭാഗം ആളുകളുടെയും ഒരു ആവറേജ് ഏജ് എന്ന് പറയുന്നത് 40 to 50 ഉള്ളിലാണ്, അല്ലെ? 35 to 50. വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ 50 to 60 അല്ലെങ്കിൽ 70 വരുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് നമ്മുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്, നിങ്ങളെ മനസ്സെത്രത്തോളം നിങ്ങൾക്ക് പ്രായം കുറക്കാൻ പറ്റുന്നു അത്രയ്ക്ക് നിങ്ങൾക്ക് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ മൈൻഡാണ് നമ്മുടെ പ്രായാധിക്യമാക്കുന്നതും അതേ സമയത്ത് തന്നെ പ്രായം കുറക്കുന്നതും നമ്മുടെ മൈൻഡാണ്. നിങ്ങൾ മൈൻഡിനോട് നിങ്ങൾ പറയേണ്ടത് എനിക്ക് പ്രായമായിട്ടില്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം, അതുപോലത്തെ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കാം. ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജിനെ കുറിച്ച് നമുക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നാലാമത്തെ കാര്യം ലക്കാണ്, ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ആ മനോജ് സാർ പറയുന്ന വാക്കാണ്, ലക്ക് ഇസ് റിട്ടൺ ആസ് ഹാർഡ് വർക്ക്, അല്ലെ? ലക്ക് എന്ന് പറയുന്നത് എഴുതപ്പെട്ടത് ഹാർഡ് വർക്കിന്റെ സ്പെല്ലിങ്ങിലൂടെയാണ്. സോ ഒരിക്കലും ലക്കല്ല. ലോകത്ത് ജയിച്ച ഒരാൾക്കും ലക്കല്ല. അവർ കഠിനമായി പരിശ്രമിച്ചതിന് ബദലായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ടാണ്
അവരെ സക്സസ് ഇന്ന് ലോകം ചരിത്രത്താളിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത്. അവർക്ക് ഒരുപാട് പ്രാവശ്യം കഠിന പരിശ്രമം നടത്തിയതിനു ശേഷമാണ്. ഓരോ വ്യക്തികളും, ഉദാഹരണം നമുക്കറിയാൻ പറ്റും ഹെഡ്മണ്ട് ഹിലാരി മുതൽ നമുക്കറിയാൻ പറ്റും കൽപ്പന ചൗള ആവട്ടെ, അങ്ങനെ ഓരോ വ്യക്തികളും ലോകത്ത് വിജയിച്ച ചരിത്രത്താളിൽ കുറിക്കപ്പെട്ട ഓരോ വ്യക്തികളും, ഇനി കുറിക്കപ്പെടാത്തവർ പോലും ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചവരാണ്. പക്ഷെ അവര് എന്തുകൊണ്ട് കുറിക്കപ്പെട്ടില്ല? അവരതിന് അറ്റം വരെ പോയില്ല. ഇതൊന്നും നമ്മുടെ പ്രശ്നമാണ്. സോ ലക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബാക്കോട്ട് നിൽക്കാതെ, ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, നമ്മൾ പ്രവചിക്കുന്ന കാര്യമാണ് ഭാഗ്യം. ഭാഗ്യം എന്നൊരു സംഭവമല്ല, ഹാർഡ് വർക്കാണ്. നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചു കൊടുക്കുക. വൻ ജദ്ദ വജദ എന്ന് പറയാറുണ്ട്. കഠിനമായി പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് വിജയം സുനിശ്ചിതമാണ്. സോ സീരിയസ്ലി നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. ടൈം എക്സസൈസ്, സമയത്തെ ചൊല്ലി പറയുന്ന പരാതികൾക്ക് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എവരിവൺ ഹാസ് 24 hours. ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ദൈവം കനിഞ്ഞേകിയത് 24 മണിക്കൂറാണ്. യുവർ ഫെയ്ത്ത് ഡിപെൻഡ്സ് ഓൺ ഹൗ യൂസ് ഇറ്റ് വൈസ്ലി. നിങ്ങളാണ് അതിനെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നിശ്ചയിക്കേണ്ടത്. അതല്ലാതെ സമയത്തെ ചൊല്ലി തർക്കിക്കേണ്ട സമയമല്ല ഇപ്പോ. നിങ്ങൾക്ക് കിട്ടിയ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം? കൃത്യമായി ടൈം ടേബിൾ ചെയ്യുക. നിങ്ങൾ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, എത്ര മണിക്കൂർ ചെയ്യണം, എത്ര സെക്കൻഡ് ചെയ്യണം. പല ആളുകൾക്ക് പ്രശ്നം അവർക്ക് തന്നെ അറിയില്ല അവർ എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്, എത്ര മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യണത് അല്ലെ. സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട് നമ്മളെ മാതാപിതാക്കളും നമ്മുടെ കുടുംബക്കാരൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നീ എന്തിനാ പഠിക്കണത് അല്ലേ. ഇതുപോലൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമയം ചെലവാക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊരു നോട്ടും പാനും എടുത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇന്ന് ചെലവഴിച്ച സമയത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എവിടെ ഉപയോഗിച്ചു കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭൂരിഭാഗം ആളുകളതും അത് നെഗറ്റീവിലേക്ക് ഉപയോഗിച്ചേക്കാം. ഒരുപക്ഷെ ഫോൺ യൂസിങ്ങിലായിരിക്കാം, ഒരുപക്ഷെ കത്തി എന്ന് പറഞ്ഞാൽ വെറുതെ സൊറ പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം നോക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ സക്സസ് ഗ്ലോബൽ വെച്ച് ഏതെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അതിനെ ചൊല്ലി തർക്കിക്കുന്ന സമയമായിരിക്കാം, ലീഡറെ കുറിച്ച് കുറ്റം പറയുന്ന സമയമായിരിക്കാം, ഡൗൺലൈൻസിനെ കുറിച്ച് കുറ്റം പറയുന്ന സമയമായിരിക്കാം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചൊല്ലായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വർത്തമാനത്തിലാണ് നിങ്ങളുടെ സമയം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സമയം നശിച്ചു പോയതാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയും പോലെ ഒരു നോട്ടും പേനയും എടുത്ത് എഴുതി വെക്കുക. നിങ്ങൾ എവിടെ സമയം ഉപയോഗപ്പെടുത്തി, നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ സമയം നിങ്ങൾക്ക് തിരിച്ചു മൂല്യം നൽകുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് വേസ്റ്റ്, അബ്സല്യൂട്ട്ലി വേസ്റ്റ് ആണ്. നിങ്ങളുടെ സമയം നിങ്ങൾ എവിടെ ഉപയോഗപ്പെടുത്തിയാലും അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം. അത് ക്യാഷ് ആയിട്ട് എന്താവട്ടെ അത് കിട്ടണം. ഒന്നില്ലെങ്കിൽ പാരത്രിക ലോകത്തെങ്കിലും ഉപകാരമായിട്ട് കിട്ടണം. അങ്ങനെയില്ലെങ്കിൽ ആ സമയം വേസ്റ്റ് ആണ്. കാരണം വൽ അസ്ർ എന്ന് പറയാറുണ്ട്, സത്യം കാലം തന്നെയാണ് സത്യം. ഈ പറയുന്ന ആയത്തിൽ പറയുന്നുണ്ടല്ലേ, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, ജനങ്ങൾ പരാജയത്തിലാണ്. എന്തുകൊണ്ട് അല്ലേ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മുബീൻ സാറൊക്കെ വ്യക്തമായിട്ട് ആ ഒരു സൂറത്തിനെ തന്നെ പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. സോ നമ്മുടെ സമയം എവിടെ ഉപയോഗപ്പെടുത്തണം. കോവിഡ് എക്സസൈസ് അതൊരു രോഗമായിരുന്നു അല്ലെ, അതിനെ ചൊല്ലിയുടെ ഒരുപാട് കാര്യം പറയുന്നു. ഇതേ സമയത്ത് ഇന്ന് നമുക്ക് പല രോഗങ്ങളും, ഇപ്പോൾ ഉദാഹരണം വൈറസ് ഫീവേഴ്സ് ആവട്ടെ, മറ്റു പല കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കവചപ്രാഷ് എന്ന് പറയുന്ന ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇത്തരം രോഗങ്ങളെ കുറിച്ച് നമ്മൾ പരാതി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ലീഡർ അല്ല. ലീഡർ ആണെങ്കിൽ ആദ്യം യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദെൻ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. ആദ്യം ഉൽപ്പന്നം ഉപയോഗിക്കുക, then recommend ചെയ്യുക. Then instead of saying I don't have time, say it's not my priority and see how you feel. സമയമില്ല എന്ന് പറഞ്ഞ പകരമായിട്ട് എങ്ങനെ ഇത് ഉപയോഗപ്പെടുത്താം, ഓരോ സമയത്തെയും പ്രയോറിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട്, പ്രയോറിറ്റിയുള്ള കാര്യത്തെ മുൻഗണന കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സമയത്തെ വാല്യൂ ആക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ ആർ യു ബ്ലെയിമർ ഓർ എ ഡൂവർ? നിങ്ങളെ കുറിച്ച് നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന അതായത് ആക്ഷേപിക്കുന്നവരാണോ, അതല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. എന്തിനും കുറ്റം, എന്തിനും കുറവ്, എന്ത് ചെയ്താലും കുറവ് അല്ലേ? അങ്ങനെയല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, മന്ന കണ്ണുള്ളവനക്ക് എല്ലാം മന്നയാണ്. ഇതുപോലെ എന്ത് കണ്ടാലും കുറ്റം. അതല്ല നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആളാണോ, അതെല്ലാം ഒരു ഡുവറാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ എന്തും കഴിവ് കേടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു കുറ്റമായിട്ട് കാണരുത്. അതല്ലാത്തൊരു കഴിവ് നമ്മൾ ദൈവം തന്നിട്ടുണ്ട്, അതിനെ കഴിവായി കാണുക. അങ്ങനെ അതെങ്ങനെ ചെയ്യാൻ പറ്റും, ഇതാണ് നോക്കേണ്ടത്. വി ബ്ലെയിം സിറ്റുവേഷൻസ് വിച്ച് വി കനോട്ട് ചേഞ്ച്. നമുക്ക് മാറ്റാൻ പറ്റാത്ത സിറ്റുവേഷനെ കുറിച്ച്, സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ ബ്ലെയിം ചെയ്യുന്നുണ്ട്. എന്തിന്? ഫോർ വാട്ട്? നമ്മൾ ആ സമയം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ ബ്ലെയിമറായി നിന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. നിങ്ങൾ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നോ വൺ ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ പരാജയവും നിങ്ങളെ ജയവും നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ മാത്രമാണ്. അത് മറ്റൊരുത്തിന്റെ കയ്യിലല്ല, ലീഡർമാരുടെ കയ്യിലല്ല, അത് സക്സസ് ഗ്ലോബലിന്റെ കയ്യിലല്ല,
അത് ഡൗൺലൈൻസിന് നിങ്ങളെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നിങ്ങൾ ടൈം ബോണ്ടഡ് ആണോ എന്ന് കൃത്യമായി നോക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. ചൂസ് ടു ബി ആക്റ്റീവ് ഡെയിലി. എല്ലാ ദിവസവും ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അപ്ലൈനുമായിട്ട് എൻ്റെ മെൻറ്ററുമായിട്ട് ജസ്റ്റ് സംസാരിച്ച സമയത്ത് ഞങ്ങൾ ചർച്ച ചെയ്ത സംഭവമുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് മടിയന്മാരായി മാറിയിട്ടുണ്ട്. പണ്ട് ഞങ്ങളൊക്കെ ആക്റ്റീവ് ആയതുപോലെ ഇന്ന് ഞങ്ങൾ ആക്റ്റീവ് അല്ല. അന്ന് 1, 2, 3 മണിക്കൊക്കെ വീട്ടിലേക്ക് എത്തിയ സമയമുണ്ടായിരുന്നു. ഇന്ന് 10 മണി 11 മണിയാകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതാകരുത് മക്കൾ, അതാവരുത് ഐഡിയാസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമയം നോക്കിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യരുത്. പ്രത്യേകിച്ച് ജെൻസ്, നിങ്ങൾക്ക് സമയമേ ഇല്ല. ചിലപ്പോൾ 4 5 ദിവസം നിങ്ങൾ എവിടെയെങ്കിലും പോയി താമസിച്ച് ബിസിനസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ വഴിവക്കിൽ കിടന്നുറങ്ങി ബിസിനസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് നിരവധി ലീഡേഴ്സ് ഇന്ന് ലക്ഷങ്ങൾ വരുമാനം ഈ ബിസിനസ്സിലൂടെ കോടികളോളം വരുമാനം വാങ്ങുന്നതും അവരൊക്കെ അന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ്. നമ്മളൊക്കെ മാതൃകയാക്കേണ്ടത് ഊസിക്കും അയ്യായ എന്നോടും ഇങ്ങോട്ടും പറയുന്നത് നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നിങ്ങൾ ഡെയിലി ആക്റ്റീവ് ആയി വർക്ക് ചെയ്യുക. നിങ്ങളുടെ സമയം മാക്സിമം നിങ്ങൾ വർക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. പ്ലാൻഡ് ആയിട്ടുള്ള വർക്കുകളാവുക. സ്റ്റോപ്പ് ബ്ലെയിമിങ്. കുറ്റപ്പെടുന്ന ഒഴിവാക്കുക. അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ആരും നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ലീവ് യുവർ കംഫർട്ട് സോൺ. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുന്ന സംഭവം അല്ലേ? ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. ഗുഡായി തോന്നുന്ന സാധനം അല്ലേ ബെസ്റ്റിനോട് എതിരുള്ള സംഭവം. അതായത് ഒന്നിന് ഒരു മെച്ചമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല അല്ലെ? നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. പൊതുവെ മലയാളി പറയുന്ന ഒരു വാക്കാണ്. അത് മാറ്റിയിട്ട് ഒന്നുകൂടി ബെസ്റ്റ് ആക്കണം, ഒന്നുകൂടി മെച്ചപ്പെടുത്തണം അല്ലേ? സോ അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും 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 നമ്മൾ പ്രാക്ടീസ്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, എന്നും മുബീൻ സാറ് ബിസിനസ് നിർത്തിയിട്ടില്ല അല്ലേ? അവർ ഇന്നും ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസം എനിക്ക് ഓർമ്മ ശരിയായെങ്കിലും ഒരു 1 CR വരുമാനം കിട്ടുന്ന ഒരു റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന മുബീൻ മുഹമ്മദ് സാർ. നമ്മൾ ഓരോ ലീഡേഴ്സും ഇത്തരം വരുമാനം പറ്റുന്ന ആളാണ്. നമുക്കറിയാൻ പറ്റും ഇന്ന് തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്ന വ്യക്തിയാണ് നമ്മൾ ഓരോ ലീഡേഴ്സും. അതിൽ എസ്പെഷ്യലി നമ്മളെ മനോജ് സാർക്ക് മൈ ലൈഫിലില്ലെങ്കിൽ പോലും വരുമാനം വരുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സക്സസ് ഗ്ലോബലിന്റെ ഓരോ സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുന്ന ഒരു കോമൺ സെൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ സീരിയസ്ലി നമ്മൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ഗുഡ് ഈസ് ദ എനിമി ഓഫ് ദ ബെസ്റ്റ്. ബെസ്റ്റിന്റെ എനിമിയാണ് ഗുഡ്. സോ നിങ്ങൾ ബെസ്റ്റിലേക്ക് കൂടുതൽ കൂടുതൽ നിങ്ങൾ എന്താ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ക്യൂസൈറ്റിന് മാറ്റി വെക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മൂവ്. നിങ്ങളുടെ മുമ്പിൽ വലിയൊരു ക്യാൻവാസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതം പറയുമ്പോൾ വലിയൊരു ക്യാൻവാസ് ആണ്. അതിൽ വരയ്ക്കേണ്ട പിക്ചർ നിങ്ങളുടേതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക, പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പിറകോട്ട് നോക്കിയ ഒരു വ്യക്തിയും മുന്നോട്ട് നേർവഴിയിലൂടെ പോയിട്ടില്ല അല്ലേ? സോ സീരിയസ് ആയിട്ട് മുന്നോട്ടുള്ള പാത അത് നിങ്ങൾക്ക് വെട്ടിത്തെളിച്ച് സക്സസ് ഗ്ലോബൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ പാതയിലൂടെ ആ സിസ്റ്റം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറാവുക. അതല്ലാതെ ഒരു ബ്ലെയിമർ ആയിട്ടോ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മടിയനാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറരുത്. സീരിയസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറായി മാറുക. ത്രോ യുവർ സെൽഫ് ഇൻ ടു ആക്ഷൻ എവറി ഡേ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ജോയിനിങ് ആവട്ടെ, പ്രോസ്പെക്ടിങ് ആവട്ടെ, ഫോളോ അപ്പ് ആവട്ടെ, ക്ലോസിംഗ് ആവട്ടെ, പ്രൊഡക്റ്റ് സെല്ലിംഗ് ആവട്ടെ, അങ്ങനെ തുടങ്ങി ഹോം മീറ്റിങ്ങുകളാവട്ടെ, അങ്ങനെ തുടങ്ങി NDOകളാവട്ടെ, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ആക്ടിവിറ്റി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് മൂല്യം നൽകാതെ, വില നൽകാതെ നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് പറയുന്ന മുബീൻ സാറെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരു ദിവസം ചെയ്തു, 2 ദിവസം റെസ്റ്റ്, ആ രീതിയിലല്ല. എല്ലാ ദിവസവും ആരെയും വെയിറ്റ് ചെയ്യണ്ട. നിങ്ങൾക്കുള്ള പാനപാത്രം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഭക്ഷണപാത്രം അത് നിങ്ങളുടെ കൈകളിലാണ്. അതിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണ്, കഴിക്കേണ്ടത് നിങ്ങളാണ്. ഒരാളും നിങ്ങളെ കൂടെ വരില്ല. നിങ്ങൾ ലീഡേഴ്സിന് വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ ഡൗൺലൈൻസ് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്കൊരു പ്ലാൻ വേണം. ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സംഭവിക്കും. നിങ്ങൾ ലീഡേഴ്സിന് കൂടെ ഉണ്ടാവും, ഡൗൺലൈൻസിന് കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു പ്ലാൻ വേണം, ഒരു വിഷൻ വേണം, ഒരു വിഷണറി പേഴ്സണായി മാറണം. ഇഫ് യു ഫീൽ ലൈക്ക് ടു ബി ഇഡിൽ, പുഷ് യു ഔട്ട് ഫോഴ്സ്ഫുള്ളി അല്ലേ? നിങ്ങൾക്ക് ഒരു മടിയനായിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു മടിയനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പുഷ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി. നിങ്ങൾ വളരെ ശക്തമായിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഒന്നുകൂടി ഉഷാറാവണം. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾ സ്വയം ശിക്ഷിക്കുക അല്ലേ? നിങ്ങൾ മടിയനാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക. നിങ്ങൾ മടിയനാണെങ്കിൽ നിങ്ങൾ ഉറക്കം ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാരണം അത് നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് നിങ്ങൾ വർക്കിലേക്ക് ഇറങ്ങുക.
ഇതിൽ ഒരുപാട് ലീഡേഴ്സ് ഒക്കെ മിനി സീലിംഗ് അടിക്കാനും മന്ത്ലി പെർഫോമൻസ് അടിക്കാനൊക്കെ അന്നൊക്കെ ഓർമ്മയുണ്ട്. എന്റെ ടീമിൽ പോലും പല ആൾക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും മാറ്റി വെച്ചിരുന്നു. കാരണം അത്രയും അവരെന്തായിരുന്നു, ഫോക്കസ്ഡ് ആയിരുന്നു. അത് കിട്ടിയിട്ടേ എന്നത് തൊടൂ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു അടങ്ങാത്ത വാശിയും, ഹാവ് ആൻഡ് അൺലിമിറ്റഡ് ഡിസയർ, ഒരു ബേണിംഗ് ഡിസയർ, കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം വേണം, ഒരു സ്വപ്നം വേണം. നിങ്ങളുടെ സ്വപ്നമാണ് നിങ്ങളെ പുഷ് ചെയ്യുന്നത്. ഇന്റേണൽ പുഷിംഗ് എന്ന് പറയുന്നത് സ്വപ്നമാണ്, എക്സ്റ്റേണൽ പുഷിംഗ് ആണ് നിങ്ങൾ ലീഡേഴ്സ്. സോ നിങ്ങൾ ഉള്ളിൽ നിന്നുള്ള ഒരു ജ്വലനം, അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള ഒരു കത്തിജ്വലിക്കുന്ന ഒരു ആഗ്രഹം നിങ്ങൾ വരണം. അവിടെയാണ് നിങ്ങൾക്ക് ബിസിനസ് ജീവന തുല്യം സ്നേഹിക്കാൻ പറ്റുന്നത്. ലവ് യുവർ ലൈഫ്. നിങ്ങൾ സ്നേഹിക്കുക. മമ്മൂട്ടിക്ക് പറയും പോലെ തന്നെ, എന്നെ ഞാൻ തന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ സീരിയസ് ആയിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാം. കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട, കുറവ് കണ്ടെത്താൻ നിൽക്കണ്ട, ആരെയും കുറിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക, ഗ്രൗണ്ടിൽ ഇറങ്ങുക. കാരണം ഗ്രൗണ്ട് വിശാലമാണ്. നിങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ ബിസിനസ് ഇവിടെ നടക്കും. ഒരുപാട് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയാം. എന്നിട്ട് നമ്മൾ മടി കാണിക്കുന്നെങ്കിൽ അത് നമ്മളെ തന്നെ പരാജയപ്പെടുന്നതാണ്. സോ എക്സ്ക്യൂസ് ആർ ലൈസ് വി ടെൽ അവർ സെൽഫ്സ്. നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ കള്ളമാണ്, നുണയാണ് നിങ്ങളുടെ കാരണങ്ങൾ. നിങ്ങളെ തന്നെ മടിയനാക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു കാരണമാണ് നിങ്ങൾ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ സോ ദാറ്റ് ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി അവർ ഫോൾട്ട്. നിങ്ങളുടെ കുറവുകളോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. നിങ്ങളെ തന്നെ മടിയനാക്കുന്നു. നിങ്ങളോട് പറയുന്ന കള്ളമാണ് ശരിക്ക് ഓരോ കാരണങ്ങളും. ഇതോ ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാനിങ് ഇൻ അഡ്വാൻസ്. നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. തലേന്ന് രാത്രി തന്നെ നിങ്ങൾ പ്ലാനിങ് ഉണ്ടാക്കുക. നാളെ എവിടെ പോകണം, അല്ലെങ്കിൽ ഓരോ മാസം വരുന്ന സമയത്ത്, ഉദാഹരണം കമ്പനിയുടെ പുതിയ മാസം തുടങ്ങി 2ാമത്തെ വീക്കിന്റെ എൻഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ്. ഇവിടെ നമ്മുടെ 3 ദിവസം കഴിഞ്ഞ് 2ാമത്തെ വീക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് പ്ലാനിങ് ഉണ്ടാക്കി. ഇല്ലെങ്കിൽ ഇന്ന് പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയാൽ മതി. അത് നിങ്ങൾ തലേന്ന് രാത്രി നിങ്ങൾ ഇരുന്ന് അത് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. ഓരോ ദിവസത്തിനും ഇവിടെ വർക്കും നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് പ്ലാനിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ എല്ലാ ദിവസവും നിങ്ങൾ ബാഗ് എടുക്കുന്നു, ഗ്രൗണ്ടിൽ ഇറങ്ങുന്നു. ഒരുപാട് വർക്ക് കാണുന്നുണ്ട്, പക്ഷെ ഒരു കൃത്യമായ പ്ലാനിങ് ഇല്ല. എവിടേക്കാ പോണ്, ബോർഡ് വെക്കാത്ത ബസ് പോലെ എവിടേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലെങ്കിൽ നിങ്ങളെ കൂടെ ഒരുത്തനും ജോയിൻ ചെയ്യില്ല. ഒരു വിഷൻ വേണം, ഒരു പ്ലാൻ വേണം, കൃത്യമായിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യണം. ബി ചിയർഫുൾ ആൻഡ് എവർ ആക്റ്റീവ്. നിങ്ങൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചിയർഫുൾ ആയിട്ടുള്ള എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ലീഡർ ആവണം. ഒരിക്കലും തളരരുത്. തളരാതെ നിങ്ങൾ മുന്നേറാൻ ശ്രമിക്കണം. സോ സീരിയസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇഫ് യു റിയലി വാണ്ട് ടു ഡു സംതിങ്, യു വിൽ ഫൈൻഡ് എ വേ. ഇഫ് യു ഡോണ്ട്, യു വിൽ ഫൈൻഡ് ആൻ എക്സ്ക്യൂസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തും, അല്ലെ? നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മുമ്പിൽ വന്നാൽ, അതിനെതിരെ എന്ത് പ്രശ്നം വന്നാൽ പോലും അത് നിങ്ങൾ നേടിയെടുക്കും. അത് നിങ്ങൾക്ക് വേണ്ട സാധനമാണെങ്കിൽ. അതല്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതൊരു നെവർ മൈൻഡ് ആയ സംഭവമാണെങ്കിലും അത് എന്തെങ്കിലും കാരണം കണ്ടെത്തിക്കൊണ്ട് അതിനെ ഒഴിവാക്കാനും ശ്രമിക്കും. ഇത് വളരെ സൂപ്പർ ആയിട്ടുള്ള കൊട്ടേഷൻ ആണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവ്യക്തമായ കൊട്ടേഷൻ കൂടിയാണ്, അല്ലെ? നമുക്ക് ഏത് കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നേടിയെടുക്കും. അതിന് ഏത് വഴി, അല്ലെ? മാർഗം ഏതായാലും ലക്ഷ്യം ഒന്ന് എന്ന് പറയും പോലെ തന്നെ ആ രീതി നമ്മൾ നേടിയെടുക്കും. അതെല്ലാം നമ്മൾ ഇഷ്ടപ്പെടാത്ത കാരണമാണെങ്കിൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി അത് നമ്മൾ ഒഴിവാക്കും. സോ നമ്മൾ പറയാൻ പോകുന്ന ഒരു വ്യക്തി ഒരുപാട് നീട്ടി പരത്തി പറയുന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ അദ്ദേഹം ജനിച്ചത് 4-ാം തീയതി 1982 ഓസ്ട്രേലിയയിലാണ്. നമ്മളൊക്കെ പഠിച്ച ഒരു വ്യക്തി കൂടിയാണ്. ജീവിതത്തിൽ ഏറ്റവും മനഃപ്പാഠമാക്കേണ്ട, ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട വ്യക്തിയാണ്. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് കൈകാലുകളില്ലാതെ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. തന്റെ മാതാപിതാക്കൾ പോലും ജനിച്ച സമയത്ത് സ്റ്റക്കായി പോയി, അല്ലെ? എന്ത് ചെയ്യണമെന്ന് പറയില്ല. ഈവൻ അദ്ദേഹത്തിന് മുഖത്തേക്ക് നോക്കാൻ പോലും ഇവർക്ക് എന്താ പറയുക, ആ സമയത്ത് ഒരു ഭീതി അല്ലെങ്കിൽ ഒരു പേടി, അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു സ്റ്റക്കായി പോയ സമയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 4 മാസത്തോളം തന്നെ അമ്മക്ക് പോലും അദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു. ഡോക്ടർമാർ പോലും പറഞ്ഞു ഒരു വെജിറ്റബിൾ പോലെ, അതായത് ഒരു പച്ചക്കറി പോലെ എന്ന് പറയുമ്പോൾ, അതായത് കൈകാലുകളില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല. ഈ രീതിയിൽ വരെ അവർ പറഞ്ഞ ഒരു സന്ദർഭം. ഇതുപോലെ തന്നെ അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് വളരാൻ പറ്റിയിട്ടുണ്ട്. അവരെ ഏതായാലും മാതാപിതാക്കൾ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തു. അവരെ ഒരു പക്ഷേ ഹി ലേൺ ടു റൈറ്റ്, അദ്ദേഹം എഴുതാൻ പഠിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രിക് വീൽ ചെയർ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ വിത്ത് ടൈസ് അദ്ദേഹത്തിന് തുടലിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ജീവിത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു സന്ദർഭം. അദ്ദേഹത്തിന് മറ്റു കുട്ടികളെക്കാളും കൂടുതൽ എബിലിറ്റി ഒന്നും കാര്യമില്ലാതെ കൊണ്ട് സ്കൂളുകളൊക്കെ മറ്റു ഇതര സ്കൂളിൽ വിടാതെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവിടെ
ഇദ്ദേഹം മാത്രമായിരുന്നു കൈകാലുകളില്ലാത്ത ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തി. അതുകൊണ്ട് തന്നെ തന്റെ കൂടെയുള്ള ആളുകളൊക്കെ ശപിച്ചു, അതുപോലത്തെ മീൻസ് കളിയാക്കി, ഒരുപാട് പരിഹസിച്ചു, ഒരുപാട് കുറ്റവാക്കുകൾ പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വെറുപ്പുള്ള വ്യക്തിയായിട്ട് അവരെ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചു. പക്ഷേ ഡിപ്രഷൻ കാരണത്താലും അതിനേക്കാളപ്പുറം പ്രതീക്ഷയുള്ള ജീവിതമായ കാരണത്താലും മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു ഏകദേശം തന്റെ 17ാമത്തെ വയസ്സിൽ ഒരു സ്കൂളിലെ ഗേറ്റ്മാനോട് തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് സ്റ്റാർട്ടിങ് ചെയ്യുകയാണ്. അവിടെ തുടങ്ങിയ ആ ഒരു ഷെയറിങ് സ്റ്റോറി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അത് പിന്നീട് 6 സ്റ്റുഡൻസിനോട് ഷെയർ ചെയ്തു. അങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന ട്രെയിനറായി മാറിയ വ്യക്തിയുടെ കഥയാണിത്. നിങ്ങളോട് മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റാർട്ട് ഇൻസ്പയറിംഗ് അതേഴ്സ്. മറ്റുള്ളവർ അദ്ദേഹം എന്താ പറയുക, ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് മുതൽ അതിൽ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വലിയൊരു ഇൻസ്പിറേഷൻ ഒരു ടോക്കായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ മാറി, അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ മാറി. അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ NGO എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അതായത് ഒരു സ്കൂൾ തുടങ്ങി, ലൈഫ് വിത്തൗട്ട് ലിംസ്. അല്ലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച, ജീവിതത്തിൽ ജയിക്കുന്ന സമയത്ത് പോലും തന്റെ മാതാപിതാക്കൾ പോലും സ്റ്റക്കായി പോയ അവസ്ഥയുള്ള ഒരു വ്യക്തിയുടെ ജീവിതമാണിത്. ഒരുപാട് കഴിവുകൾ നമ്മൾ ഇന്നില്ല എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ പറയാൻ പാടുന്ന വ്യക്തി. ഇറ്റ് ഗേവ് ഹിം എ പ്ലാറ്റ്ഫോം ടു ഷെയർ ഹിസ് ടെസ്റ്റിമോണി ആൻഡ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ബുള്ളിങ്. ഈ ഒരു NGO എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിലൂടെ അദ്ദേഹത്തിന്റെ ഒരു ട്രെയിനിങ് പറയുന്നതിലൂടെ തന്നെ, അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ ടോക്കിലൂടെ തന്നെ അദ്ദേഹത്തെ കളിയാക്കിയവർക്ക് മുമ്പിലും അദ്ദേഹത്തെ പരിഹസിച്ചതിന് മുമ്പിലും വീണ്ടും ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ്, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വരാനുള്ള ഒരു ഊർജം അദ്ദേഹത്തിന് നൽകിയത് ഈ ഒരു സ്ഥാപനമായിരുന്നു. സിൻസ് ദെൻ ഹി has traveled to over 60 countries and inspired millions of people around the world. ലോകത്തുടനീളം സഞ്ചരിച്ചുകൊണ്ട് ഏകദേശം 60ഓളം രാജ്യത്ത് സഞ്ചരിച്ച് പല ആളുകൾക്കും ഒരു ഇൻസ്പിറേഷൻ ടോക്കായിട്ട് മാറിയ ഒരു വ്യക്തി കൂടിയാണ്. ഹി സ്റ്റാർട്ടഡ് മോട്ടിവേഷൻ കമ്പനി ആറ്റിറ്റ്യൂഡ് ഈസ് ആൾട്ടിറ്റ്യൂഡ് എന്നൊരു മോട്ടിവേഷൻ കമ്പനി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. ഹി ഹാസ് ഗിവൺ ഓവർ 3,000 സ്പീച്ചസ് സ്പീക്കിംഗ് ടു പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ എവിടെ പോകുന്ന സമയത്തും ഒരുപാട് ആളുകൾ സംസാരിച്ചു. ഏകദേശം 3000ഓളം സ്പീച്ചുകൾ, വ്യത്യസ്ത സ്പീച്ചുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹം ഒരുപാട് ആളുകളോട് സംസാരിച്ചു. അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം അദ്ദേഹം ഒരു മോട്ടിവേഷൻ ട്രെയിനറായി മാറി. ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ ഡിമാൻഡ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ അറിയപ്പെട്ട ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് അദ്ദേഹം മാറി. റോട്ട് അറൌണ്ട് 30 ബുക്സ് വിച്ച് ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു 25+ ലാംഗ്വേജ്. 25ലേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട 30 ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കൈകാലുകളില്ലാത്ത ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ്. ഇവിടെ കഴിവുകേടല്ല അദ്ദേഹം കണ്ടത്, തന്റെ കഴിവിനെ ദൈവം ജനിക്കപ്പെട്ടത്. പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ, ഈ ഭൂമി ലോകത്തേക്ക് ദൈവം എന്നെ പടച്ചേക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു നീയത്തുണ്ട്, ദൈവത്തിനൊരു ഇന്നതിയുണ്ട്, ദൈവത്തിന് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പണ്ട് ഇതുപോലെ തന്നെ ഒരു ലേഡി പറഞ്ഞ ഒരു ഓർമ്മയുണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹം കണ്ടെത്തിയത് ജീവിതത്തിൽ തന്റെ കഴിവിനെയാണ്. ആ കഴിവ് കണ്ടെത്തി ഒരുപാട് കാര്യം ചെയ്തു. ഹി ഹാസ് ബീൻ സ്കൈ ഡൈവിംഗ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൈകാലില്ലാത്ത വ്യക്തി അദ്ദേഹം സ്കൈ ഡൈവ്, നേരത്തെ സൂചിപ്പിച്ച 103 വയസ്സെല്ലാം ആ വ്യക്തി ചെയ്തപോലെ തന്നെ കൈകാലുകളില്ലാത്ത അദ്ദേഹം സ്കൈ ഡൈവിംഗ് ചെയ്തു, സർഫ് ചെയ്തു, അദ്ദേഹം സ്വിമ്മിങ് ചെയ്തു, പെയിന്റ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കലകൾ അദ്ദേഹം ജീവിതത്തിൽ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്, എന്റർടൈൻമെന്റോട് കൂടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഓരോ സമയവും അദ്ദേഹം അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ജസ്റ്റ് നിക്കോളാസ് എന്ന് പറയുന്ന, നിക് ജോയ്സസ് എന്ന് പറയുന്ന ഈ വ്യക്തി. ഇമ്പോസിബിൾ ഇൻ നത്തിങ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കൊട്ടേഷൻ ആണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ ഇസ് നത്തിങ്. അസാധ്യം എന്ന് പറയുന്നത് ഒന്നുമേ അല്ല. ഒരു കാര്യവും ലോകത്ത് അസാധ്യമല്ല. എന്തും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇതിന്റെ ഓരോ നേരത്തെ പറഞ്ഞ സ്കൈ ഡൈവിംഗ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ സർഫ്സ്, അതുപോലെ തന്നെ സ്വിമ്മിങ്, ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അസറ്റ് ഏകദേശം ഇന്നല്ല, കുറച്ച് മുമ്പത്തെ റിപ്പോർട്ടാണിത്. ഏകദേശം 3600 കോടിയിലേറെ അസറ്റുള്ള ഒരു വ്യക്തിയാണ് നിക് ജൂസസ് എന്ന് പറയുന്ന വ്യക്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ഉള്ള പല ആളുകൾക്ക് ഇന്നത്തെ അസറ്റ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന പോലെ മോഹൻലാലിന്റെ അസറ്റ് 300 കോടി, മമ്മൂട്ടി 300 കോടി, കമലഹാസൻ 200 കോടി, വിജയ് അല്ലെ, ചിരഞ്ജീവിക്ക് പോലെ ഏകദേശം 1200 കോടി. ഒരു കൈകാലുകൾ പോലും ഇല്ലാതെ ഈ വ്യക്തിയുടെ അസറ്റ് ഇദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇന്നത്തെ ദിവസത്തിൽ പറയാൻ ഒറ്റ ഉപദേശം മാത്രമേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ ഒരു തീരുമാനമെടുക്കാം. വാട്ട് ഈസ് യുവർ എക്സ്ക്യൂസ് ഇൻ ലൈഫ്? നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഏറ്റവും എക്സ്ക്യൂസ്? നിങ്ങൾ ശരിക്ക് നിങ്ങളോട് തന്നെയല്ലേ നിങ്ങൾ കള്ളം പറയുന്നത്? നിങ്ങൾ വേറെ ആരോടെ നിങ്ങൾ കള്ളം പറയുന്നത് അല്ലേ? നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ കള്ളം പറയുന്നത്. നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താൻ നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢി.
എക്സ്ക്യൂസിന് മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് ജയിക്കണമെന്നൊരു വാശിയോട് കൂടിയിട്ട്, ഒരു അടങ്ങാത്ത വാശിയും ഒരു പതറാത്ത മനസ്സോട് കൂടിയിട്ട് ഞങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കി നിങ്ങൾ ഓരോ കാര്യങ്ങളും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കഴിവ് കേട്ടിന് ഒരിക്കലും നിങ്ങൾ കാണരുത്. നിങ്ങളൊരു കഴിവ് കേടില്ല അങ്ങനെ വിശ്വസിക്കുന്ന മുതൽ നിങ്ങൾ കഴിവിനെ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. വി ഹാവ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും നല്ല ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അവർ ബിസിനസ് ഈസ് ടീം വർക്ക്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് കുറവുണ്ടെങ്കിൽ അത് നികത്താൻ ആളുകൾ നിങ്ങൾ കൂടെ വരുന്നുണ്ട്. ഇവരൊക്കെ ഒരുമിക്കുന്ന സമയത്ത് എനർജി പ്ലസ് സിനർജി എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും കഴിവ് കൂടുന്ന സമയത്ത് നല്ലൊരു ബിഗസ്റ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബെസ്റ്റ് പോസിബിൾ ഓപ്ഷൻ ടു ഗെറ്റ് എ ജെന്യുവൻ സപ്പോർട്ട്. നിങ്ങളെ കൂടെ ഏറ്റവും നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ടീമും ഓർഗനൈസേഷനും ഒക്കെ നിങ്ങൾ കൂടെ കിട്ടിയിട്ടുണ്ട്. ഡു നോട്ട് ലോസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ജീവിതത്തിൽ ഏറ്റവും നല്ല മൂല്യപ്പെട്ട അവസരങ്ങൾ കയ്യിലേക്ക് തന്നിട്ട് പോലും പുറംകാലുകൊണ്ട് അതിനെ തള്ളി മാറ്റരുത്. സീരിയസ് ഏറ്റെടുക്കുക. ഗോ ഫുൾ സിങ്. നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ എഫേർട്ടോട് കൂടിയിട്ട് 100% എഫേർട്ട് കൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കാം. വർക്ക് വിത്ത് എ വിഷൻ ഫ്രം ടുഡേ. ഇന്ന് മുതൽ ഒരു വിഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഇന്നും DTC മീറ്റിംഗിൽ മനോജ് സാർ പറഞ്ഞ കാര്യമാണത്. വിഷണറി പേഴ്സൺ ആയിട്ട്, വിഷണറി ലീഡർ ആയിട്ട് മാറുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു വിഷൻ വേണം. നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിഷനിൽ ഒരുപാട് ആളുകളെ കൂടെ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളിലാണ് ആദ്യം വിഷൻ വേണ്ടത്, മിഷൻ വേണ്ടത്. അതേസമയത്ത് തന്നെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. കീപ് അവേ ഓൾ യുവർ എക്സ്ക്യൂസസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. എല്ലാത്തിനെയും മാറ്റി വെക്കുക. ഏജിന്റെ പ്രശ്നമാവട്ടെ, ഇന്റലിജൻസ് പ്രശ്നമാവട്ടെ, ഹെൽത്ത് ഇഷ്യൂസ് ആവട്ടെ, അതേസമയത്ത് തന്നെ ടൈം പ്രശ്നമാവട്ടെ, അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ജസ്റ്റ് മാറി നിൽക്കുക. എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജയത്തിന് വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട് മുന്നേറുന്ന ഒരു വ്യക്തിയായിട്ട് എല്ലാവരും മാറുക. എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു ദിനം അതിനുവേണ്ടി നേരുന്നു. എല്ലാവർക്കും വിജയാശംസ നേർന്നുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു ഓൾ ഓഫ് യു ആൻഡ് ബാക്ക് ടു MC. താങ്ക് യു സാർ. വളരെ നല്ല സെഷനാണ് സാറ് എടുത്തത്. കാരണം എല്ലാവർക്കും വളരെ ഏതൊരാൾക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സെഷനായിരുന്നു. അപ്പൊ എല്ലാവരും ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ.